ഞാനും എന്റെ ഭാര്യ ഇവിടുന്ന് പോയിട്ട് നീയും നിന്റെ ഈ മണംകുടാജനും കൂടെ ഇവിടെ സുഖമായി ജീവിക്കാന്ന് കരുതണ്ട. ചത്തിട്ടേ ഞങ്ങൾ ഈ വീട് ഒഴിയത്തുള്ളൂ. നമുക്ക് നോക്കാം. ശാരദയെ കാണാതായതിന്റെ പേരിൽ കാവടി രവിയും മതികലയുമായി വഴക്കിടുന്നു. മനസ്സജൻ ബാലനെ തിരികെ വയലോരം വീട്ടിൽ കൊണ്ടുവരുന്നു. നിന്നെ പോലീസ് വിട്ടോ? അപ്പച്ചമ്മേ, കൊണ്ടുപോയത് പോലീസൊന്നും അല്ലായിരുന്നു, ആരാണ്ട് ഉപദ്രവിക്കാൻ കൊണ്ടുപോയതാ. ബാലനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ രവിയോട് ബാലൻ കയർക്കുന്നു. എന്താ? എനിക്കൊന്നും കേൾക്കണ്ട. നീ കേക്കണം. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയും, നീ കേക്കും. തുടർന്ന് കാണുക. എടാ, കല്യാണം അല്ലെങ്കിൽ പിന്നെ നീയും നിന്റെ ഭാര്യയും കൂടി എന്തിനാ അത് മുടക്കാൻ നോക്കി? അതിന്റെ കാര്യം കഴിഞ്ഞ ദിവസമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾക്ക് നാണക്കേടായിട്ട്. ശരി, ആ നാണക്കേട് ഒഴിവാക്കാനാണോടാ നീ ഇന്നലെ രാത്രി പോലീസ് വേഷം കിട്ടിയ ഗുണ്ടകളെ വിട്ട് എന്നെ കൊല്ലാൻ നോക്കിയത്? ഞാൻ ഗുണ്ടകൾ വിട്ടെന്നോ കൊല്ലാൻ നോക്കിയെന്നോ? ചുമ്മാ അനാവശ്യം പറയരുത്, പറഞ്ഞു കേട്ടല്ലോ. നീയും നിന്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും ഒക്കെ അറിയാതെ എങ്ങനെയാടാ എനിക്കെതിരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്? ആക്രമണം ഉണ്ടായെന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ അതിന് തെളിവുകളുണ്ടോ, സാക്ഷികളുണ്ടോ? സാക്ഷികളെയും തെളിവുകളും ഒക്കെ ഇല്ലാതാക്കി പണി ചെയ്യാൻ അറിയാവുന്നവരല്ലേ ഇത്തരം കാര്യങ്ങൾ നടത്താൻ വരുന്നത്? അങ്ങനെ വരുന്നവര് ആ പണി കൃത്യമായിട്ട് ചെയ്തിട്ട് പോവുകയും ചെയ്യും. ഇതിപ്പോ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിച്ചിട്ടുമില്ല. അത് അച്ഛന്റെ ആത്മാവിന്റെ അനുഗ്രഹം. അതുകൊണ്ടാ കൃത്യസമയത്ത് സിജൻ അവിടെ എത്തിയത്. പിന്നെ അച്ഛനാണല്ലോ സംസ്ഥാനത്തെ പുതിയ DGP. നീ പരിഹസിക്കണ്ട. 10 കാശ് കണ്ടപ്പം സ്വന്തം അച്ഛനെ പോലും തള്ളി പറഞ്ഞവനാ നീ. എടാ, നന്ദിയില്ലാത്തവൻ ഒരിടത്തും ഒരുപാട് കാലം വേര് പിടിച്ച് നിൽക്കത്തില്ല. അമ്മയെ കാണാതായെന്നറിഞ്ഞിട്ടും നീ അച്ചിയുടെ കണ്ണി നോക്കിയിരുന്നതല്ല, ഒന്നും തിരക്കാൻ പോയോടാ? എനിക്ക് സൗകര്യമില്ലായിരുന്നു. നിനക്ക് സൗകര്യം കാണത്തില്ലടാ. നീ നന്ദിയില്ലാത്തവനല്ലേ. നിന്നെ ഒക്കത്തിരുത്തി കുഴച്ചുരുട്ടി ഊട്ടി വളർത്തിയത് അമ്മയാ. അത് നീ ഓർക്കുന്നുണ്ടോ? അതിലെന്താ ഇത്ര വലിയ സംഭവമായിട്ടുള്ളത്? ലോകത്തിലുള്ള എല്ലാ അമ്മമാരും മക്കളെ വളർത്തിയിട്ടുണ്ട്. പിന്നെ നന്ദി, കടപ്പാട്. പുഴ കടക്കാൻ നമ്മൾ വള്ളത്തിൽ കയറും. പുഴ കടന്നാ പിന്നെ വള്ളം തലയിൽ വെച്ചിട്ട് പോണോ? വേണ്ടല്ലോ. ബാലേട്ടൻ എൻ്റെ അടുത്ത് ഉപദേശിച്ച് കളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തു വെച്ചോ. നിങ്ങളുടെ കല്യാണവും മാമാങ്കമൊക്കെ നടക്കുന്നത് കൊള്ളാം. തരാനുള്ള കാശ് തന്ന് കടം വീട്ടണം. ഇല്ലെങ്കിൽ പുത്തൻ ബന്ധുക്കാരുടെ മുമ്പിൽ നാണം കിടേണ്ടി വരും. കല്യാണം വിളിക്കാൻ വന്നേക്കണു നാണമില്ലാതെ. മതി. എന്താടാ, പേടിച്ചു പോയോ നീ? ഒരൽപ്പം കൂടി ആയത്തിൽ ഞാൻ തള്ളിയിരുന്നെങ്കിൽ ഈ കിണറിന്റെ അകത്ത് തീർന്നേനെ നീയും നിന്റെ കള്ളക്കളികളും. മതി. ഞാൻ എന്ത് കള്ളക്കളി ചെയ്തെന്നാ? നീ ഇപ്പോ എന്നോട് കാണിക്കുന്നതെല്ലാം കള്ളത്തരോ? നീ ആരാടാ ബാലേട്ടനെ രക്ഷിക്കാൻ? മതി, അതാണോ പ്രശ്നം? ഞാൻ രാത്രി വരുമ്പോ റോഡിൽ ബാലേട്ടനെ ആരൊക്കെ ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നു. അത് കണ്ടിട്ടും കാണാത്ത മട്ടി വരാൻ പറ്റുമോ? അങ്ങനെ വരണോടാ. അയാള് നിന്റെ ആരാ? ചേട്ടനോ, അമ്മാവനോ, അതോ നിന്റെ അപ്പനോ? മതി. നീ ഇപ്പോ വയലോരം വീടിന്റെ വലിയ രക്ഷകൻ കളിക്കുമല്ലേ? നാളെ നീ ചാവാൻ തുടങ്ങുമ്പോ, അല്ലെങ്കിൽ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന നിന്റെ പെങ്ങള് ചാവാൻ തുടങ്ങുമ്പോ ആര് രക്ഷിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. മതി, എന്നെ കൊല്ലുന്ന കാര്യം പറഞ്ഞോ. പക്ഷേ എന്റെ അനിയത്തിയെ വേണ്ട, അത് വേണ്ട. മതി. ഒരു തെറ്റും ചെയ്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവളാ എന്റെ അനിയത്തി. അവക്ക് വേണ്ടി മാത്രമാ ഞാൻ പലർക്കു മുന്നിലും അടിമവേഷം കെട്ടുന്നത്. അതറിയാലോ. എന്റെ അനിയത്തി ജീവിച്ചിരിക്കുന്നതുകൊണ്ടാ മറ്റു പലരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. അതും മതിക്കറിയാലോ. നാളെ അവൾക്ക് വല്ലതും സംഭവിച്ച കാലന്റെ കയറും കൊണ്ട് ഞാനങ്ങ് ഇറങ്ങും.
നീ കൂടുതൽ ഇമോഷണൽ ഒന്നും ആവണ്ട. എന്റെ നോട്ടത്തിൽ നീ പലപ്പോഴും എന്റെ ശത്രുപക്ഷത്താ. മതി, അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല. മതിയുടെ നോട്ടത്തിൽ ഞാൻ മതിക്കെതിരെ നിൽക്കുന്ന പോലെ തോന്നുന്നതാ. ആഹാ, ശരി, ഞാൻ അങ്ങനെ വിശ്വസിച്ചോളാം. അപ്പോ ഇന്നത്തെ പരിപാടി കല്യാണത്തിന് പോകുന്നുണ്ടോ? ഞാൻ പോണ്ടെന്ന് മതി തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത്. ഓ, എന്തൊരു വിഷമം. നീ പോവണ്ട. അല്ല, നിന്റെ കുട്ടി പോകുന്നുണ്ടോ? ആ, കുട്ടി പോകുന്നുണ്ട്. അകത്ത് പോവാൻ റെഡിയാവുക. എന്നാ അവളും പോകുന്നില്ല. മതി. അവള് പോകുന്നില്ലെന്ന്. അല്ല മതി, കുട്ടിമണി പോകണ്ടെന്ന് ഞാനെങ്ങനെയാ? നീ എങ്ങനെ പറയുന്നോ? നീയല്ലേടാ അവളുടെ ഭർത്താവ്. നീ പറഞ്ഞ നിന്റെ കുട്ടി ചാവാൻ വരെ തയ്യാറാവുമല്ലോ. അല്ല മതി, കുട്ടിമണി ഒത്തിരി ആശിച്ചിരിക്കുക. ദേ, എന്റെ വായിൽ നിന്ന് നല്ല വർത്താനം കേക്കരുത്. അവൾ ആശിച്ചു പോലും. ആശിച്ച് അവൾ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതി. അല്ല മതി, ബാലേട്ടനും കുന്തൊന്നും എനിക്കറിയണ്ട. കുട്ടിമണി കല്യാണത്തിന് പോകാൻ പാടില്ല. പോയാൽ കുട്ടിമണിയുടെ ഇഷ്ടങ്ങൾക്ക് ഇന്നു മുതൽ എതിരെ നിൽക്കാൻ പോവുമെന്ന് നോക്കിക്കോ. നിന്റെ അവളുടെ ഏറ്റവും വലിയ ശത്രുവാക്കും ഞാൻ. കുട്ടിമണി വലിയ കല്യാണത്തിന് പോലോ, കല്യാണത്തിന് പോവല്ലോ. മനുഷ്യ, നമുക്ക് പോവാം. നോക്കിയാ നോക്കിയാ, ഞാനിപ്പോ സുന്ദരിയല്ലേ രാജകുമാരി. അത് കുട്ടിമണി. എന്നാ മനുഷ്യ? ഞാനൊരു കാര്യം പറയട്ടെ. വേമനോ? കുട്ടിമണി വല്യേട്ടന്റെ കല്യാണത്തിന് പോണ്ട. അയ്യോ, കല്യാണത്തിന് പോണ്ടേ? എനിക്ക് കല്യാണത്തിന് പോണല്ലോ. ആ, പോണ്ട. അയ്യോ, എനിക്ക് പോണം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? പോണ്ട. ഞാനും പോകുന്നില്ല. ഇതെന്നാത്തിനായി പെണ്ണ് തൊണ്ട വലിച്ചു കീറുന്നേ? അത് അപ്പച്ചമ്മേ, കുട്ടിമണി ഈ കല്യാണത്തിന് പോണോന്ന് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ആ, അത് തന്നാ നല്ലത്. ഇതിനെയും കൂടെ കൊണ്ടുപോയിട്ട് എന്തിനാ രജിസ്റ്റർ കച്ചേരി പൊളിക്കാനോ? എനിക്ക് പോണം. പോണ്ടാന്ന് മനസ്സിൽ ഞാൻ പറഞ്ഞാ പോണ്ട, അത്രേ ഉള്ളൂ. ഞാനും പോകുന്നില്ല അപ്പച്ചമ്മേ. ബാലേട്ടനോട് പറയണേ. ഞാൻ പറയാം. അത് പിന്നെ അതിപ്പോ വലിയ ചടങ്ങൊന്നും അല്ലല്ലോ. അവര് പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരത്തില്ലയോ? അപ്പച്ചി അമ്മയോട് ഞാൻ പെണക്കോ മിണ്ടണ്ട. എല്ലാവരോടും ഞാൻ പെണക്കോ, മനുഷ്യനോട് ഞാൻ പെണക്കോ. പിന്നെ കട്ടീസ വയലൂരും വീട്ടിലെ ശാരദാമ്മയെ കാണാനില്ല. ആ, കേട്ടു. അവർക്ക് എന്താ സംഭവിച്ചത് നിനക്കറിയാമോ? അതാണ് ചോദ്യം. ആഹാ, ഫസ്റ്റ് ചോദ്യം. ഞാൻ എങ്ങനെ അറിയാനാ? കാണാതെ പോയവരെ കണ്ടുപിടിക്കുന്നതാണോ എന്റെ ജോലി? ജലജ, വലിയ വായിൽ വർത്താനം പറയരുത്. അതിനുള്ള സമയമല്ല ഇത്. ദേ, ഒരു കുടുംബപ്പാട് വെന്ത് നേറി വെണ്ണീറാകാൻ തുടങ്ങുക. നിനക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടോ? അതാ എനിക്ക് അറിയേണ്ടത്. ആഹാ, നിങ്ങൾ ഇന്നലെ രാത്രി പോലീസിൽ ചേർന്നോ? അല്ല, ചോദ്യം ചെയ്യലിന്റെ ആ രീതിയും ശക്തിയും ഒക്കെ കണ്ട് ചോദിച്ചു പോയതാ. ജലജ, പ്ലീസ്. ബാലന്റെ കല്യാണം മുടക്കാൻ നീ എന്ത് വഴിയും സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോ കല്യാണം മുടക്കാൻ നീ കരുതി വെച്ച മൂന്നാമത്തെ പ്ലാൻ ശാരദാമ്മയാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. അതാണ് ജലജ. ഇടത് കൈയിൽ വടി പിടിച്ച് വലത് കൈ കൊണ്ട് തല്ലും. ജലജ, ഇത് പക്ഷെ കൊടും പാപമാ. നീ കരുതുമ്പോൾ ഈ പ്രശ്നം ഇവിടെ തീരില്ല. മുട്ടുകാലിൽ നിന്ന് മറുപടി പറയേണ്ടി വരും. ചോദിക്കാൻ ധൈര്യമുള്ളവർ വരട്ടെ, ഞാൻ പറഞ്ഞോളാം. ജലജ, ഇത് തീക്കളിയാ. വല്ല പെണ്ണുമ്പിള്ളയും കാണാതെ പോയതിന് നിങ്ങൾ ഇവിടെ കിടന്ന് തുള്ളുന്ന എന്തിനാ? ശാരദാമ്മയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കാം? അതല്ലേ നിങ്ങളുടെ ചിന്ത? ഒന്ന് രണ്ട് സാധ്യതകൾ ഞാൻ പറയാം. പുതിയ മരുമകളെ ഉൾക്കൊള്ളാൻ വയ്യാതെ ശാരദാമ്മ നാടുവിട്ടു. 2, മകന്റെ പുതിയ ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ ശാരദാമ്മ ഒരു തീർത്ഥയാത്ര പോയി. 3,
കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന ശാരദാമ്മ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇനിയുമുണ്ട് ഓപ്ഷൻസ്. എ. ഭജനമഠം. ബി. അമ്പലത്തിലെ നടപ്പന്തൽ. സി. വൃദ്ധസദനം. ഡി. റെയിൽവേ ട്രാക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എല്ലാ ഉത്തരവും ശരിയാണ് കേട്ടോ. നിർത്തടി പിശാചേ. നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? മര്യാദക്ക് പറഞ്ഞോ ശാരദാമ്മ എവിടെ ഉണ്ടെന്ന്. ഓ അത് ശരി, ഒച്ച വെച്ച് മിടുക്കനാവാൻ നോക്കുവാണോ? പക്ഷേ ഞാൻ പേടിച്ചില്ല കേട്ടോ. മൂക്കിന് താഴെ കട്ടി മീശയുണ്ടെന്ന് കരുതി ഒരു ഭാര്യയും ഭർത്താവിനെ പേടിക്കില്ല മനുഷ്യ. നിങ്ങൾക്ക് ഞാനൊരു വില പണ്ടേ ഇട്ടിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങളുടെ നെറ്റിയിൽ ആ പ്രൈസ് ടാഗ് എനിക്ക് കാണാം. അതുകൊണ്ടേ ഒച്ച വെച്ച് തൊണ്ട പൊട്ടിക്കണ്ട. ശാരദാമ്മ എവിടെയെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഒരു കാക്കി ഉടുപ്പും തയ്പ്പിച്ച് ഒരു 5 സെല്ലിന്റെ ടോർച്ചും എടുത്ത് അന്വേഷണത്തിലിറങ്ങ. അല്ല പിന്നെ കൈവിട്ട കളിയാ ജലജ നീ കളിക്കുന്നത്. ഇതുകൊണ്ട് ബാലന്റെ കല്യാണം നടക്കാതിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നടക്കട്ടെ, പെണ്ണു വന്നാലല്ലേ നടക്കൂ. അതെന്താ, ആ പെണ്ണിനെ നീ രായ്ക്കരാമായനം കടത്തിയോ? പിന്നെ മനുഷ്യക്കടത്താണല്ലോ എന്റെ ജോലി. പെറ്റ തള്ളയെ കാണാനില്ലെന്ന സങ്കടത്തിൽ നിൽക്കുമ്പോ ബാലൻ വേറെ കല്യാണത്തിന് ഇറങ്ങി പുറപ്പെടുവോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇനി അങ്ങനെ വന്നാ തന്നെ അവന് കെട്ടാനൊരു പെണ്ണു വേണ്ടേ? ഇനി കെട്ടാനുള്ള പെണ്ണ് വന്നാ തന്നെ ആ സമയത്ത് പഴയ ഭാര്യ വന്നാലോ? എന്താ പേടിച്ചോ? നിങ്ങൾ കണ്ടോ അടുത്ത മണിക്കൂറിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. സ്റ്റേ ട്യൂൺഡ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഒരു കല്യാണത്തിന് പോയത് ആശുപത്രിയിൽ കിടക്കുന്ന അച്ഛന്റെ കാലിൽ തൊട്ട് തൊഴുതിട്ടാ. ഇപ്പോ മറ്റൊരു കല്യാണത്തിന് പോകുന്നത് അച്ഛന്റെ അസ്ഥിത്രയിൽ നമസ്കരിച്ചിട്ട്. ഇപ്പൊ അമ്മയുമില്ല. നീ അതൊന്നും ചിന്തിക്കേണ്ട ബാല. ഇതാണ് ജീവിതം. ശാരദയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ? ബാല, എന്താ അപ്പച്ചിയമ്മേ? അത് എന്താ പറയേ? അവസാന നിമിഷം വരെ നോക്കണേ മോനെ, സീത വരുമോന്ന്. ശാരദ ഇന്നലെ ഉറങ്ങുന്നത് വരെ പറഞ്ഞതാ. ചെറുതാ, നീ ചുമ്മാ ചെറുക്കന്റെ മനസ്സ് കലക്കാതെ സുഭദ്രി. വരേണ്ടവരൊക്കെ വന്നേനെ നേരത്തെ തന്നെ. ഇതുങ്ങൾക്ക് എല്ലാറ്റിനും ഭ്രാന്താണെന്നാ എനിക്ക് തോന്നുന്നു. ഇങ്ങനാണെങ്കി 10 ദിവസം എന്നെ കാണാതാകുമ്പോ നിങ്ങളും ഓടിപ്പോയി വേറെ കെട്ടുമല്ലോ. എന്റെ പൊന്നിനെ മറന്നു. നല്ല കാര്യായി. രവിയേട്ടൻ ഈ ജന്മം ഈ പെണ്ണിനെ മാത്രം മതി. മതി മതി സോപ്പ്. ഇനി കെട്ടിക്കേറി വരുന്ന പുതിയ മരുമകളുടെ പ്രകടനം കൂടി കാണണം. ആദ്യം തന്നെ അവളുമായിട്ട് ഉടക്കേണ്ടിയും വന്നു. അന്നവള് ചിരിച്ച ഒരു ചിരി എന്റെ മനസ്സിലുണ്ട്. നമ്മുടെ നേരെ തല പൊക്കാൻ സമ്മതിക്കരുത്. നിങ്ങളുടെ അമ്മ വരുമ്പോ എടുത്ത് തലേ വെക്കുമല്ലോ, പിന്നെന്ത് വേണം? പ്രാർത്ഥിക്കു ബാല, അച്യുതനെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. അച്ഛ, ജീവിതത്തിലെ മറ്റൊരു പരീക്ഷണമാണിത്. ഇനി അങ്ങോട്ടെന്തെന്ന് എനിക്കറിയില്ല. ഇത് മറ്റൊരു സങ്കടത്തിന്റെ തുടക്കമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അച്ഛൻ കാത്തുരക്ഷിക്കണേ. രാഹുകാലത്തിന് മുമ്പ് നമുക്ക് ഇറങ്ങാൻ ബാല. അല്ല, ചെറുക്കന്റെ കല്യാണത്തിന് അമ്മയില്ലാത്ത സ്ഥിതിക്ക് അപ്പച്ചി അമ്മയായ എന്നെ കൊണ്ടുപോകുന്നില്ലേ? രജിസ്റ്റർ ഓഫീസിൽ വെച്ചാ കല്യാണം. ഒപ്പിടാനുള്ളവർ അവിടെ വരും. അതാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ കൂടെ വരാമെന്ന്. അതിന് നിനക്ക് ഒപ്പിടാൻ അറിയാവോ? പട്ടം വരച്ചിട്ട് അതിനകത്ത് കുരിശ് വരയ്ക്കാനല്ലേ? അതിന് വിവരമുള്ളവർ വേറെ വരും. നിങ്ങൾ ചുമ്മാ എന്നെ കൊച്ചാക്കാൻ നിൽക്കല്ലേ. പണ്ട് നിങ്ങളുടെ ഈ വർത്താനം എനിക്ക് പിടിക്കാത്തത്. അതുകൊണ്ടാണല്ലോ ഞാൻ കാവടി എടുത്ത് നാട് വിട്ടത്. എന്റെ പൊന്നപ്പച്ചിയമ്മേ, ഒന്ന് നിർത്ത്. നമുക്ക് പോകാം അപ്പച്ചിയപ്പ. ശരി, ഞാനൊന്നും മിണ്ടുന്നില്ലേ.
ആ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് നീ ഒരു നിലവിളക്കെടുത്ത് കഴുകി തിരിയിട്ട് വയ്ക്ക്. പുത്തൻ മണ്ണ് വരുമ്പോൾ നീ വേണം വിളക്കെടുത്ത് കൊടുക്കാൻ. വാ ബാല. എന്റെ പരുത്തിക്കാവിലമ്മേ, എല്ലാം ഭംഗിയായി നടത്തി തരണേ. അപ്പച്ചിയമ്മേ, എന്ത് ഭംഗിയാവണോന്നാ അപ്പച്ചിയമ്മ പ്രാർത്ഥിച്ചത്? പുത്തൻ കല്യാണം ഭംഗിയായി നടന്നിട്ട് പുതിയ മരുമകൾ ഐശ്വര്യത്തോടെ വരണോന്നോ? അതോ പുത്തൻ കല്യാണത്തിന് തൊട്ടു മുമ്പായി പഴയ മരുമകൾ വരണോ? എന്നതാണേലും നിനക്കെന്നാ കൊച്ചേ? അല്ല, അപ്പച്ചിയമ്മ എന്താ പോവാത്തെ? ഓ, അത്ര വലിയ ആഘോഷമായിട്ട് നടത്തുന്ന കല്യാണമൊന്നും അല്ലല്ലോ. എന്താ, നിനക്ക് പോകാമായിരുന്നില്ലേ? നാണക്കേടിന് ചൂട്ട് പിടിക്കാൻ പോകേണ്ട കാര്യം എനിക്കില്ല. നീ എന്തിനാടാ ചെറുക്കാ ചുമ്മാ വഴക്കിന് നിൽക്കുന്നത്? നിന്നോട് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. നീ നിന്റെ പാടുന്നോ? അല്ല പിന്നെ ഒരിടത്തും സംഭവിക്കാത്ത, ഒരിക്കലും ഇവിടെ സംഭവിക്കുമെന്ന് കരുതാത്ത കാര്യങ്ങളാ നടന്നതെല്ലാം. കൊച്ചേ, നിനക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് കരുതുന്നു. എല്ലാവരെയും നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. വാരവേട്ട. ഇപ്പോഴും പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. അതെന്താ വല്യണ്ണ അങ്ങനെ? നമ്മുടെ കൊച്ചിനെ കാണണമെന്ന് വല്യണ്ണനില്ലേ? ദേ, എന്റെ വായിന്ന് നീ നല്ല വർത്തമാനം കേട്ടോ. ഞാൻ ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ കൊച്ചു വന്നില്ല എന്നിരിക്കട്ടെ, ബാലൻ എന്ത് ചെയ്യും? അവൻ പുതിയ പെണ്ണിനെ കിട്ടും. നമ്മളായിട്ട് നമ്മുടെ കൊച്ചിന്റെ ജീവിതം തകരുന്നതിന് സാക്ഷിയായി നിൽക്കണോടി അവിടെ. എന്റെ മോള് വരത്തില്ലേ വല്യണ്ണ? നീ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമല്ലേ ഇത്? നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് സീത വരുമെന്ന് ഞാൻ പറയാം, അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കൊച്ചു വന്നില്ലെങ്കിൽ ഞാൻ ചാവും. നോക്കിക്കോ, ഭഗവതിയുടെ നടയിൽ തല തല്ലി ചാവും. ഭഗവതിക്ക് എന്തിനാ നിന്റെ തല? ചാവും പോലും. ഓരോ ജീവിതവും ഓരോ വിധിയാ. നമ്മളിപ്പോൾ അലക്കി തേച്ച വേഷം ഇട്ടുകൊണ്ട് പോകുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൊച്ചിന്റെ ജീവിതത്തിന്റെ ശവമടക്കിന. പക്ഷെ പോയല്ലേ പറ്റൂ. നമ്മുടെ കൊച്ചിനെ ഇനി നമുക്ക് കാണാനേ പറ്റില്ലേ വല്യണ്ണ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ? നമുക്ക് പറ്റിയ ഒരേ ഒരു അബദ്ധം എന്താണെന്നറിയാമോ? നമ്മളെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മളിത് രഹസ്യമായിട്ട് വെച്ചു. അത് പാടില്ലായിരുന്നു. ഒരു ബഹളം വച്ച് നമ്മൾ മുമ്പിൽ നിന്നിരുന്നെങ്കിൽ നമ്മുടെ കൊച്ചിനെ കണ്ടു കിട്ടിപ്പോയേനെ. നമ്മളെന്തെങ്കിലും ബഹളത്തിന് പോയാൽ ശാരദാമ്മക്കൊക്കെ സങ്കടാവൂല്ലേ? അവര് പാവല്ലേ വല്യണ്ണ? ശാരദാമ്മയുടെ കണ്ണീര് കാണാൻ നീയുണ്ട്, നിന്റെ കണ്ണീര് കാണാൻ ആരുണ്ട്? നമ്മുടെ കൊച്ചിന്ന് വരുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ പ്രസിഡന്റിനെ ഒന്ന് കണ്ടിട്ട് ബാക്കി ആലോചിക്കാം. പൂക്കോടിയമ്മാവോ, സീതയുടെ ഭർത്താവിന്റെ രണ്ടാം കല്യാണമെന്ന് കേട്ടു. അങ്ങോട്ടായിരിക്കും യാത്ര അല്ലയോ? സമ്മാനമൊന്നും വാങ്ങിച്ചില്ലേ? സമ്മാനം നിന്റെ പോടാ. മനുഷ്യന്റെ കണ്ണീര് കുടിക്കാൻ നോക്കി നിൽക്കുന്ന പിശാചിക്കൾ. ബസ് വരുന്നുണ്ട്, കരയാതെ വാ. എന്നെ കൊണ്ടുപോയില്ല കുറ്റവാളിയെ. വല്യണ്ണന്റെ കല്യാണത്തിന് കുറ്റവാളിയെ കൊണ്ടുപോയില്ല. നോക്കിച്ചോ, അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കും, ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും. അമ്മ വരുമ്പോ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ആയിഷ ആർക്കും ഞാൻ കൊടുക്കത്തുള്ള. എന്നെ കൊണ്ടുപോയില്ല കുറ്റവാളിയെ. വല്യണ്ണന്റെ കല്യാണത്തിന് കുറ്റവാളിയെ കൊണ്ടുപോയില്ല. നോച്ചോ, ആരോടും ഞാൻ മിണ്ടത്തില്ല, ആരോടും മിണ്ടത്തില്ല. കുട്ടു, വേണ്ട കുട്ടു, വേണ്ടെന്ന് പറഞ്ഞില്ലേ?
ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയണ്ട, രണ്ട് കാര്യവും പറയണ്ട. ദേ നല്ല കാര്യമാ. എനിക്ക് കേക്കണ്ട. കേട്ടില്ലെങ്കിൽ മനസ്സിന് സങ്കടാവും. മനസ്സിന് സങ്കടമാവേ. ദേ മനസ്സിന് സങ്കടം വരുന്നുണ്ടേ. മനുഷ്യൻ സങ്കടപ്പെടണ്ട, പറഞ്ഞോ. എന്താ കുട്ടിമണിയെ കൊണ്ടുപോകാഞ്ഞതെന്നറിയാമോ? എന്നാ? അതെ, ഇന്ന് ടൗണിൽ നിറയെ പോലീസാ. പോലീസാരോ? അതെന്നാ? അത് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ പോലീസാ. അല്ല കുട്ടു, സത്യവാ. എനിക്ക് പോലീസുകാരൊന്നും പേടിയില്ലല്ലോ. എനിക്ക് കൊറേ മമ്മറ വിദ്യ വെച്ചാ അറിയാം. കണ്ണു മമ്മറം, കാതു മമ്മറം, വയറ് ഒരൊറ്റ കുത്തു ഞാൻ പോലീസിനാ. അയ്യോ, പോലീസിനെ കുത്തിയാലേ അവരിടിക്കും. എന്നാലും ഞാനിടിക്കും പോലീസിനാ. എന്റെ കുട്ടു, വേറൊരു കാര്യം ഞാൻ കുട്ടുവിനോട് പറയാം. എന്നാ? കുട്ടിമണിയെ കല്യാണത്തിന് വിടാഞ്ഞതേ വേറൊരു കാര്യം കൊണ്ട് കൂടിയാ. വേറെ ഏതാണ്ട് നുണയാണല്ലോ. കുട്ടു, അതൊന്നും അല്ല, സത്യവാ. അതെന്താന്നറിയാമോ? ഇല്ല. അമ്മ ഇവിടെ ഇല്ലല്ലോ. ഇല്ല. അപ്പോ പുതിയ വല്യേച്ച് വരുമ്പോ കുട്ടിമണി വേണ്ടേ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാനായിട്ട്? ഞാനാണ് വിളക്ക് എടുത്ത് കൊടുക്കുന്നേ.